ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടലിലൂടെ കപ്പലിൽ ഇങ്ങനെ ഒരു യാത്ര നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അപ്പോൾ കപ്പൽ യാത്രയുടെ 3-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കപ്പൽ ഇങ്ങനെ മുംബൈ ലക്ഷ്യമാക്കിയിട്ട് കുതിക്കുകയാണ് കേട്ടോ. ഷിപ്പിലെ ചില പ്രധാന കാഴ്ചകളും മുംബൈയിലെ വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ദാ ശരിക്കും നടുക്കടലിലാണ് ഉള്ളത്. ഇന്നത്തെ ദിവസമാണെങ്കിൽ കപ്പലിൽ തന്നെയാണ് ചിലവഴിക്കേണ്ടത്. സോ തലങ്ങും വിലങ്ങും ഓടി നടന്ന് നമ്മൾ യാത്ര പല ആംഗിളിൽ നിന്നിങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ. നല്ല രസമാണ്, ഒരിക്കലും മടുക്കില്ല. കടലിനെ പേടിക്കാതെ അത്ര സേഫായിട്ട് കൊച്ചു കുട്ടികളെ വരെ കൊണ്ടുപോകാവുന്ന ഒരു യാത്രയാണിത്. ഇത് കണ്ടോ, വെള്ളം അടിച്ചിട്ട് ആടി വലിഞ്ഞ് നടക്കുന്നതൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ കപ്പൽ കുറച്ച് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് മുകളിലെ ഡെക്കിലെത്തിയപ്പോൾ കടലിൻ്റെ ഇളക്കം കുറച്ചധികം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. മോഷൻ സിക്നസ് കാരണം വൊമിറ്റിംഗ് ഒക്കെ വന്നാൽ ഉപയോഗിക്കാനായിട്ട് എല്ലാ സ്റ്റെയർ കേസിലും ഇത്തരം കവറുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഓരോ ഡെക്കും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. ഇഷ്ടംപോലെ സമയമാണല്ലോ, ഒരു ദിവസം മൊത്തം ഇതിനകത്തുണ്ട്. അപ്പോൾ എല്ലാ ഡെക്കിലും കടലിനെ ഫേസ് ചെയ്ത് ഇത്തരത്തിൽ ചെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇതിനകത്തെ ലൈബ്രറി. പക്ഷെ പേരിന് മാത്രം കുറച്ച് ബുക്സ് ഇരിക്കുന്ന അല്ലാതെ നല്ല ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ലൈബ്രറിയുടെ സെറ്റപ്പ് ഒന്നും കാണാനുണ്ടായിരുന്നില്ല. ബുക്സ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. അതും ഒരു വൈബ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ജിമ്മാണെങ്കിലുണ്ടല്ലോ നല്ല അടിപൊളിയാണ്. കുറേ എക്യുപ്മെൻറ്റ്സ് നിരത്തി വെച്ചിട്ടുണ്ട്. നീല കടലും കണ്ട് വർക്കൗട്ട് ചെയ്യാൻ നല്ല രസമായിരിക്കില്ലേ. ജിമ്മിന് ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ വന്ന സമയത്ത് ജസ്റ്റ് കണ്ടിട്ട് ഇറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഒന്നും വർക്ക് ചെയ്യിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പാട്ടൊന്നും ഇല്ലാതെ വെറുതെ 2 സ്റ്റെപ്പ് ഇട്ടു. പിന്നെ പാട്ടൊക്കെ ആഡ് ചെയ്ത് റീൽസൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ റീൽസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ചുമ്മാ ഒന്ന് പോയി കണ്ടു നോക്കണേ. 10th ഡെക്കിൽ സ്പാ സലൂണൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് ഞങ്ങൾ എൻജോയ് ചെയ്ത ഒരു പ്രധാന കാര്യം ബ്രിഡ്ജ് ടൂർ ആയിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ കപ്പൽ ഓടിക്കുന്ന കപ്പിത്താന്മാരൊക്കെ ഇല്ലേ, അവരിയ്ക്കുന്ന സ്ഥലത്ത് നമുക്ക് പോയി കാണാനും അവരോട് സംസാരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അതിനൊരു എക്സ്ട്രാ പേയ്മെൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ ഇത്. ഇങ്ങനെയൊക്കെ അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകമൊന്നും കാണാൻ പോകുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ ആ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് അതിനകത്ത് പോയി. പക്ഷേ ഫോണും ക്യാമറയൊന്നും അവിടെ അനുവദിക്കില്ലായിരുന്നു. അവരുടെ ക്യാമറയിൽ നമുക്ക് അതിനകത്ത് വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ റിയൽ ക്യാപ്പൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ പോസൊക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പേര് മാത്രമേ ബ്രിഡ്ജ് ടൂറിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു നഷ്ടവുമില്ല, ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഇവിടുത്തെ ഫുഡ് കോർട്ട് വിശദമായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇതാ ഇവിടെ നടക്കുന്നത് ഒരു നറുക്കെടുപ്പാണ്. നമുക്ക് ഒരു കൂപ്പൺ ഫിൽ ചെയ്യാൻ കിട്ടിയായിരുന്നു. 3 കൂപ്പണിന് പ്രൈസ് ഉണ്ട്. അപ്പോൾ റൂം നമ്പർ ആണ് അവർ വിളിക്കുന്നത്. വളരെ ഭാഗ്യമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അതിൽ ഫ്രീ ആയിട്ട് ഷിപ്പുകാർ അവരുടെ ക്യാമറയിൽ ഷിപ്പിൽ പല സ്പോട്ടിൽ വെച്ചിട്ട് സൂപ്പർ ഫോട്ടോസ് എടുത്തു തരുന്ന ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. അത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ, അതൊന്നും കിട്ടിയില്ല. കുറേ പേര് ഇതിൽ യാത്ര ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കമൻ്റ് ഇട്ട് ചോദിച്ചിരുന്നു. ഒന്നെങ്കിൽ നമുക്ക് കൊടൈലിയുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ആവശ്യമുള്ള പാക്കേജ് നോക്കി ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കൊച്ചി ടു മുംബൈ മാത്രമല്ല, മുംബൈ ടു കൊച്ചി, പിന്നെ ഗോവ വഴിയുള്ള യാത്ര, അങ്ങനെ പല യാത്രകളും ഇവർക്കുണ്ട്. ഞങ്ങൾ ഫ്ലൈ ക്രിയേറ്റീവ് ഗ്ലോബൽ എന്നൊരു ട്രാവൽ ഏജൻസി വഴിയാണ് കേട്ടോ അത് ബുക്ക് ചെയ്തത്. കൊച്ചി ലക്ഷദ്വീപ് മുംബൈ പാക്കേജാണ് നമ്മളെടുത്തത്. അതിൽ 3 നൈറ്റ്സും 3 ഡേയ്സും ഉള്ള രീതിയിലായിരുന്നു. അതിന് ഒരാൾക്ക് 47,500 രൂപയായിരുന്നു. 1 നൈറ്റ് 2 ഡേയ്സ് മുംബൈ പാക്കേജിന് 29,000 രൂപയായിരുന്നു 2 ആൾക്കായിട്ട്.
അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചെലവ്. പോകാൻ ആഗ്രഹമുള്ളവര് കൊടൈലിയുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇത് നടത്തുന്ന ഏതെങ്കിലും ട്രാവൽ ഏജൻസി വഴിയോ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവന് ഞങ്ങൾ ആസ്വദിച്ച് കൊതി തീരാത്ത സൺസെറ്റ് കാണാൻ ടോപ്പ് ഡെക്കിൽ പോയി. കപ്പൽ യാത്രയിലെ ലാസ്റ്റ് സൺസെറ്റ്. ഇതിൽ റോക്ക് ക്ലൈംബിങ്ങിലുള്ള ഒരു സംവിധാനം ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് അതാണ്. Very good evening, ladies and gentlemen. We now welcome our guests to the Marquee Theatre to witness and enjoy the beauty of Bollywood. Presenting to you. ഇന്ന് മെയിൻ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹിന്ദി സോങ്സ് ഒക്കെ ആയിരുന്നു എല്ലാം തന്നെ. ഇത് 360 ഡിഗ്രി കറങ്ങുന്ന ക്യാമറയിലെ ഷൂട്ടിംഗ് ആണേ. ലാസ്റ്റ് ഡേയിലെ ഡിന്നർ പതിവ് പോലെ വളരെ വിഭവസമൃദ്ധം തന്നെയായിരുന്നു. ഡിന്നർ കഴിഞ്ഞ് അകത്തും പുറത്തുമായി DJ പാർട്ടീസ് നടക്കുന്നത് കാണാൻ പോയി. അങ്ങനെ ലാസ്റ്റ് ഡേ ഇവിടെ തീരുകയാണ്. അങ്ങനെ അടുത്ത പ്രഭാതം പൊട്ടിവിടർന്നു ഞങ്ങളുടെ 4ാമത്തെ ദിവസം. മുംബൈ തീരത്തോട് അടുക്കാറായതിന്റെ സൂചനയായിട്ട് കുറേ ബോട്ടും കപ്പലുകളും കണ്ടു തുടങ്ങിയിരുന്നു. ഫുഡ് കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ പോകാൻ റെഡിയായി. നമ്മുടെ റൂമിന് ബൈ ബൈ കൊടുത്ത് ദാ ഇറങ്ങി. ചെല്ലുന്ന ഓർഡറിൽ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഇരുത്തി ആ ഓർഡറിൽ തന്നെയാണ് കേട്ടോ പുറത്തിറക്കുന്നത്. അങ്ങനെ അതിമനോഹരമായ കപ്പൽ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ മുംബൈയിൽ എത്തിയിരിക്കുകയാണ്. മുംബൈ പോർട്ടിന് പുറത്തിറങ്ങിയപ്പോൾ കുറേ ടാക്സിക്കാർ നമ്മുടെ പുറകെ നടക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാൻ സമ്മതിക്കാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എവിടേക്കാണ് പോവണ്ടേ, ഞങ്ങളുടെ കൂടെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്കായി ട്രാവൽ ഏജൻസിക്കാർ തന്നെ ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ടാക്സി കണ്ടെത്തി അതിൽ കയറി മുംബൈ നഗരം ചുറ്റാൻ തുടങ്ങി. മുംബൈ ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനം മാത്രമല്ലല്ലോ, സാമ്പത്തിക തലസ്ഥാനം കൂടിയാണ്. അപ്പോൾ അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ വഴി നിറയെ കെട്ടിടങ്ങളും തിരക്കു നിറഞ്ഞ റോഡുകളും കാണാട്ടോ. ഞങ്ങളെ ആദ്യം എത്തിച്ചത് എഞ്ചിനീയറിംഗ് വിസ്മയമായ അടൽ സേതു എന്ന ഈ പാലം കാണാനായിട്ടാണ് കേട്ടോ. രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം എന്ന റെക്കോർഡും ലോകത്തെ ഏറ്റവും നീളമേറിയ 12ാമത്തെ പാലം എന്ന റെക്കോർഡുമുള്ള ഒരു വലിയ സംഭവം തന്നെയാണിത്. 2024 തുറന്ന ഈ പാലത്തിന്റെ ചെലവ് 18,000 കോടിയായിരുന്നു കേട്ടോ. കടലിന് കുറുകെ മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പാലമാണിത്. 21.8 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് 1.5 മണിക്കൂർ എടുക്കുന്ന ഒരു യാത്ര 20 മിനിറ്റായി ചുരുങ്ങൂട്ടോ. പാലത്തിന്റെ 14.5 കിലോമീറ്റർ നീളവും കടലിന് മുകളിലാണ് കേട്ടോ. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമായിട്ടാണ് അടൽ സേതു എന്ന പേര് പാലത്തിനിട്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷ, 2 വീലേഴ്സ് പോലെയുള്ള ചെറിയ വാഹനങ്ങൾക്ക് ഈ പാലത്തിൽ കയറാനുള്ള അനുമതി ഇല്ല കേട്ടോ. കാണേണ്ട ഒരു അത്ഭുതം തന്നെയാണ് ഇത്.
ഇതാണ് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി. നിരവധി വിലപിടിച്ച പുസ്തകങ്ങളും കയ്യെഴുത്ത് പതിപ്പുകളും ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ അകത്തൊന്നും കയറിയില്ല, മുന്നിൽ ജസ്റ്റ് ഇറങ്ങിയിട്ട് കണ്ടേ ഉള്ളൂ. 1864 നിർമ്മിച്ച ശില്പചാതുരി നിറഞ്ഞ ഒരു ജലധാരയാണ് ഈ ഫ്ലോറ ഫൗണ്ടെയിൻ. ദക്ഷിണ മുംബൈയുടെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റോമൻ ദേവതയായ ഫ്ലോറയുടെ ശില്പമാണ് ഈ ജല ഫൗണ്ടെയിനിൽ ഉള്ളത്. പിന്നെ പോകുന്ന വഴിയിൽ കണ്ടതാണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ നിഫ്റ്റി സെൻസെക്സ് ഒക്കെ ടി വിയിൽ കാണാറില്ലേ, അതിതാ ഇവിടെ നിന്നാണ് കേട്ടോ. പിന്നെ വളരെ പ്രശസ്തമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനാണ് ഞങ്ങൾ പോയത്. തെക്കേ മുംബൈ കടൽ തീരത്തുള്ള ഈ ഗേറ്റ് വേക്ക് 26 മീറ്റർ ആണ് ഉയരം. 1911 ബ്രിട്ടീഷ് രാജാവിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി തീർത്തതാണ് കേട്ടോ ഈ ഗേറ്റ് വേ. ബ്രിട്ടീഷുകാർ 1948 ഔപചാരികമായിട്ട് ഇന്ത്യ വിട്ടത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വഴി ആയിരുന്നു. ഒത്തിരി പേര് ഇത് സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. അതിൻ്റെ അടുത്തായി തന്നെ മനോഹരമായ താജ് ഹോട്ടലും ഉണ്ട് കേട്ടോ. 2008 ഭീകരാക്രമണത്തെ ഓർത്തുകൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ പകർത്തി. 1000 രൂപയ്ക്ക് ക്യാമറയിൽ അടിപൊളി ഫോട്ടോസ് എടുത്ത് പ്രിൻ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞ ആൾക്ക് പോസ്റ്റ് ചെയ്ത് ഓർമ്മയ്ക്കായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ കൈക്കലാക്കി. ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ പുറകിലെ കാഴ്ചയാണേ. പിന്നെ കുറച്ചു നേരം മുംബൈയിലെ മറൈൻ ഡ്രൈവിൽ ഇറങ്ങി നിന്നു. പോകുന്ന വഴിയരികിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ഫാഷൻ സ്ട്രീറ്റാണ് ഈ കാണുന്നത്. ഷോപ്പിങ്ങിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കെട്ടിടമാണ് ഇത്. 1893 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മുംബൈയിലെ സമൃദ്ധമായ ഭരണചരിത്രത്തിന്റെയും കൊളോണിയൽ ആർക്കിടെക്ചറിന്റെയും അഭിമാന ചിഹ്നം തന്നെയാണ് കേട്ടോ ഈ മനോഹരമായ കെട്ടിടം. അടിപൊളി ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് മുംബൈയിലൂടെ. മുകേഷ് അംബാനിയുടെ വീട്, ഷാരൂഖ് ഖാന്റെ വീട്, മുംബൈ എയർപോർട്ട് തുടങ്ങിയ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.